പലതരത്തിലുള്ള നടുവേദനകൾ വരാറുണ്ട്. ഇതിൽ അപകടകരമായ നടുവേദനയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരം നടുവേദനയുടെ സങ്കീർണ്ണത അതെ, എല്ലാ നടുവേദനകൾക്കും നമ്മൾക്ക് പരിശോധനകൾ, വലിയ പരിശോധനകൾ, ശരിക്കും ശാരീരിക പരിശോധന മാത്രം മതി. അതിന് വലിയൊരു പരിശോധനയുടെ ആവശ്യമില്ല. MRIയോ എക്സ്റേയോ ഒന്നും ആവശ്യമില്ല. ചില രോഗികളിൽ പക്ഷേ നമുക്ക് ഇങ്ങനത്തെ പരിശോധനകൾ ആവശ്യമേ വരും. അതായത് കുട്ടികളിൽ വരുന്ന നടുവേദന, പ്രായമായവരുള്ള നടുവേദന, വല്ല ക്യാൻസർ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാരുടെ നടുവേദന, പിന്നെ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ, അങ്ങനെയുള്ളവർ, പിന്നെ സ്റ്റിറോയിഡ് ഗുളികകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരുന്ന നടുവേദന, അങ്ങനെ ചില ഗ്രൂപ്പുകളിൽ വരുന്ന നടുവേദന, പിന്നെ രാത്രി കിടക്കുമ്പോൾ അമിതമായിട്ടുള്ള വേദന, ഇങ്ങനെയുള്ള രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ശക്തമായ കുറേ നേരത്തേക്ക് നിൽക്കുന്ന വേദന, ഇങ്ങനെയുള്ള വേദനകൾക്കൊക്കെ നമുക്ക് പരിശോധനകൾ ആവശ്യമേ വരാം. രക്തപരിശോധനയും അതിൻ്റെ കൂടെ MRIയോ എക്സ്റേ പരിശോധനയൊക്കെ ആവശ്യമേ വരാം. അല്ലാതെ സാധാരണ ജസ്റ്റ് ചെറിയൊരു നടുവേദന മാത്രം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അക്യൂട്ട് ലോ ബാക്ക് പെയിൻ എന്നാണ് പറയുക. അത് ഒരു 1-2 ആഴ്ചയെ നിൽക്കുകയുള്ളൂ. ആ 1-2 അതിന് നമുക്ക് സാധാരണ അത്ര ഒരു ഇൻവെസ്റ്റിഗേഷനൊന്നും ആവശ്യം വരാറില്ല. അത് കുറച്ച് മരുന്നുകൾ കഴിക്കുക, റെസ്റ്റ് എടുക്കുകയോ ചെയ്യാൽ അത് കംപ്ലീറ്റ് മാറും.